ഓക്കെ, ഇനി അടുത്തത് ഒരു പ്രോബ്ലമാണ്. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഫൈൻഡ് ചെയ്യാനുള്ള ഒരു പ്രോബ്ലം. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഫോർ ദ പാരാമീറ്റർ തീറ്റേൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഫൈൻഡ് ചെയ്യാനാണ്. അപ്പോൾ നമുക്കറിയാം എന്താ അതിൻ്റെ ഇക്വേഷൻ, ഏത് ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഫൈൻഡ് ചെയ്യുന്നത്? ഡി ബൈ ഡി തീറ്റ ലോഗ് L of x1, x2, etc. തീറ്റ ഇസ് ഈക്വൽ ടു 0. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഫൈൻഡ് ചെയ്യുന്നത്? എസ്റ്റിമേറ്റർ, മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഫൈൻഡ് ചെയ്യുന്നത്. ഇത് ഇക്വേറ്റ് ചെയ്താൽ മതി, ഇത് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ L of x1, x2, etc. തീറ്റ ഇസ് ഈക്വൽ ടു, ഇറ്റ്സ് എ പ്രൊഡക്റ്റ് ഓഫ് പ്രോബബിലിറ്റി ഡെൻസിറ്റി അല്ലെങ്കിൽ ഫംഗ്ഷൻ. അപ്പോൾ നമുക്കറിയാം ഫംഗ്ഷൻ എന്നുള്ളത് എന്താ? എഫ് ഓഫ് എക്സ് തീറ്റ ഇസ് ഈക്വൽ ടു തീറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. അപ്പോൾ പ്രൊഡക്റ്റാണ് ഓരോന്നിൻ്റെയും, ഓരോ വേരിയബിളിൻ്റെയും ഫംഗ്ഷൻ ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് നമുക്ക് എന്താ? തീറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് തീറ്റ x1 ഇൻറ്റു തീറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് തീറ്റ x2 ഇൻറ്റു തീറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് തീറ്റ x3 എക്സെട്ര. എത്ര സാമ്പിൾസ് ഉണ്ടോയെന്ന് അറിയില്ല, അപ്പം n വരെയുള്ള സാമ്പിൾസ്. തീറ്റ ഇൻറ്റു ഇ റേസ് ടു മൈനസ് തീറ്റ എക്സ് എൻ. ഇനി നമുക്ക് ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ. ഇനി നമുക്ക് കോമൺ ആയിട്ട് വരുന്നതിന് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. തീറ്റ കോമൺ ആയിട്ടല്ലേ, എത്ര ടൈമാണ്? n ടൈം അല്ലേ. ഇവിടെ 1, 2, 3, 4, 5 അങ്ങനെ എത്ര ടൈംസ്? n ടൈംസ്. തീറ്റ അനണ്ട തീറ്റ ഇൻറ്റു അങ്ങനെയല്ല, അപ്പം തീറ്റ റേസ് ടു n നമുക്ക് എഴുതാൻ പറ്റും. ഇനി എന്താ? ഇ റേസ് ടു മൈനസ് തീറ്റ എല്ലാത്തിലും വരുന്നത്. അപ്പോൾ ഇ റേസ് ടു മൈനസ് തീറ്റ ഇൻറ്റു എന്താ? x1, x2, x3, എക്സെട്ര xn വരെയാണ്. അപ്പോൾ ഇവിടെ ഇൻറ്റു പവറിലാണ് ഓരോന്ന്. അപ്പോൾ നമുക്ക് എന്താ? ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇ റേസ് ടു എക്സ് പ്ലസ് വൈ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റില്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ ഇൻറ്റു x1 ഇൻറ്റു x2. ഇതിൻ്റെ സഫിക്സിലുള്ളതെല്ലാം സെയിം അല്ലേ. അപ്പോൾ നമുക്ക് എന്താ? ഇ റേസ് ടു മൈനസ് തീറ്റ ഔട്ട് സൈഡ് എടുത്തു. ദെൻ x1 ഈ ഒരു റൂള് പ്രകാരം പ്ലസ് x2 എക്സെട്ര എത്ര വരെയുണ്ട്? xn വരെയുണ്ട്. ഓക്കെ അല്ലേ. ഇനി നമുക്ക് എന്തെടുക്കണം? ലോഗ് ഫൈൻഡ് ചെയ്യണം. ഇതിലാണ് സോൾവ് ചെയ്യേണ്ടത്. ഈക്വൽ ടു ഡെറിവേറ്റീവ് ലോഗ് L of x1, x2, എക്സെട്ര തീറ്റ ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ്റെ ലോഗ് എടുക്കണം. അപ്പോൾ ലോഗ് ഓഫ് L of x1, x2, എക്സെട്ര തീറ്റ ഇസ് ഈക്വൽ ടു എന്താ? ലോഗ് ഓഫ് എന്താണോ ഇവിടെ ഉള്ളത്? തീറ്റ റേസ് ടു n ഇ റേസ് ടു മൈനസ് തീറ്റ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn. അപ്പോൾ നമുക്ക് ലോഗ് റൂൾ പ്രകാരം അല്ലെങ്കിൽ ലോഗ് പ്രോപ്പർട്ടി, ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലോഗ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. രണ്ടാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലോഗ് എ റേസ് ടു എക്സ്. ഈ ഒരു ഫോമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് ഇൻറ്റു ലോഗ് എ. ഇനി മൂന്നാമത്തെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലോഗ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ 3 പ്രോപ്പർട്ടി ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ലോഗ് തീറ്റ റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് തീറ്റ. അപ്പോൾ ഇവിടെ ഇൻറ്റു എ ഇൻറ്റു ബി എന്ന് പറയുമ്പോൾ ലോഗ് എ. അപ്പോൾ ലോഗ് തീറ്റ റേസ് ടു എൻ പ്ലസ് ലോഗ് തീറ്റ റേസ് ടു എൻ എൻ്റെ സ്ഥാനത്ത് ഇവിടെ കൊടുക്കും. പ്ലസ് ലോഗ് ഇ റേസ് ടു മൈനസ് തീറ്റ x1 പ്ലസ് x2. ഈ രീതിയിൽ എഴുതാൻ പറ്റും. അപ്പം ലോഗ് L of x1, x2, എക്സെട്ര തീറ്റ ഈക്വൽ ടു ലോഗ് തീറ്റ റേസ് ടു n പ്ലസ് ലോഗ് ഇ റേസ് ടു മൈനസ് തീറ്റ ഇൻറ്റു x1 പ്ലസ് x2 എക്സെട്ര xn.
ഇനി റൂള് പ്രകാരം n പവറിലുള്ള n ഇൻറ്റു ലോഗ് തീറ്റ എന്ന് എഴുതാം. പ്ലസ് ഇവിടുന്ന് ലോഗും ഇയും എന്താ റൂള് പ്രകാരം ക്യാൻസലാവും. അപ്പോൾ മൈനസ് തീറ്റ എന്താണോ പവറിലുള്ള അതെടുത്ത് എഴുതാം. മൈനസ് തീറ്റ ഇൻറ്റു x1 പ്ലസ് x2 എക്സെട്ര xn. ഓക്കെ. ദെൻ എന്താ പിന്നെ വരുന്നത്, നമുക്കൊന്ന് അറേഞ്ച് ചെയ്താൽ n ഇൻറ്റു ലോഗ് തീറ്റ മൈനസ് തീറ്റ ഇൻറ്റു x1 പ്ലസ് x2 എക്സെട്ര xn. ഇനി നമുക്കെന്താ ഡെറിവേറ്റീവ് എടുക്കണം. വിത്ത് റെസ്പെക്റ്റ് ടു തീറ്റയാണ്. തീറ്റേനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് നമ്മളെന്താ ഡെറിവേറ്റീവ് എടുക്കും. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്റ്റ് ടു തീറ്റ. അപ്പോൾ എന്താ ബൈ ഡി തീറ്റ ലോഗ് L ഓഫ് x1, x2 എക്സെട്ര തീറ്റ ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ലാസ്റ്റ് എന്താണോ n ഇൻറ്റു ലോഗ് തീറ്റ മൈനസ് തീറ്റ x1 പ്ലസ് x2 എക്സെട്ര xn. ഇത് നമുക്ക് സെപ്പറേറ്റ് ഡെറിവേറ്റീവ് ഓരോന്നിനും കൊടുക്കാം. അപ്പോൾ ബൈ ഡി തീറ്റ n ഇൻറ്റു ലോഗ് തീറ്റ മൈനസ് ബൈ ഡി തീറ്റ തീറ്റ ഇൻറ്റു x1 പ്ലസ് x2 എക്സെട്ര xn. അപ്പോൾ നമുക്കറിയാം n എന്നുള്ള കോൺസ്റ്റൻറ്റാണ്. വിത്ത് റെസ്പെക്റ്റ് ടു തീറ്റ ആയതുകൊണ്ട് തീറ്റ ഇല്ലാത്ത ടേം n, ഇവിടെ തീറ്റ ഇല്ലാത്ത ടേം x1 പ്ലസ് x2 ഇത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, n ഇൻറ്റു ബൈ ഡി തീറ്റ ലോഗ് തീറ്റ മൈനസ് ലോഗില്ലാത്ത ടേം തീറ്റ ഇല്ലാത്ത ടേം x1 പ്ലസ് x2 എക്സെട്ര xn. ദെൻ പിന്നെ റിമൈനി ബൈ ഡി തീറ്റ ഇൻറ്റു തീറ്റ. ദെൻ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് തീറ്റ എന്ന് പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു 1 തീറ്റയാണ്. ലോഗിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1 തീറ്റയാണ്. അപ്പോൾ നമുക്ക് എന്ത് വരും, n ഇൻറ്റു 1 തീറ്റ മൈനസ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn ഇൻറ്റു എന്താ ഇവിടെ ഡി തീറ്റ ബൈ ഡി തീറ്റ എന്താ 1. ദെൻ നമുക്കൊന്ന് സിംപ്ലിഫൈ n ബൈ തീറ്റ മൈനസ് x1 പ്ലസ് x2 എക്സെട്ര xn. ദെൻ ഇവിടെ എന്താ ഉള്ളത്, ബൈ ഡി തീറ്റ ലോഗ് L ഓഫ് x1 പ്ലസ് x2 എക്സെട്ര തീറ്റയാണ്. അപ്പോൾ ഇത്രയും വാല്യൂ എൻ്റെ ഇക്വേഷൻ ഇസ് ഈക്വൽ ടു 0 അല്ലേ. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു എന്താ ഇത് ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റർ ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഡെറിവേറ്റീവ് ഓഫ് ലോഗ് ഓഫ് ലൈക്ലിഹുഡ് എസ്റ്റിമേറ്ററാണ്. അത് ഇസ് ഈക്വൽ ടു 0. അതാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത്. അത് ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ഇസ് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ 0 ഈക്വൽ ടു n ബൈ തീറ്റ മൈനസ് x1 പ്ലസ് x2. അപ്പോൾ ഇത്രയും ടേം നമ്മൾ ഈക്വലിൻ്റെ സൈഡിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എന്താവും x1 പ്ലസ് മൈനസ് ഉള്ളത് ഇത്രയും ടേം മൈനസ് ആണ്, അപ്പോൾ പ്ലസ് ആവും. x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn ആയി. n ഈക്വൽ ടു എന്താണോ സൈഡിലുള്ളതിൽ n ബൈ തീറ്റ മാത്രമേ ഉള്ളൂ. ദെൻ തീറ്റയാണ് ഫൈൻഡ് ചെയ്യുന്നത്. പാരാമീറ്റർ എസ്റ്റിമേറ്ററാണ്. എസ്റ്റിമേറ്റർ എന്ന് പറഞ്ഞാൽ തീറ്റയാണല്ലോ. തീറ്റയാണ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ തീറ്റേനെ നമുക്ക് അവിടെ വെച്ചിട്ട് തീറ്റേനെ കാണണം, ഫൈൻഡ് ചെയ്യണം. അപ്പോൾ തീറ്റ ഈക്വൽ ടു എന്താവും, തീറ്റേനെ ഈക്വലിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ തീറ്റ ഇൻറ്റു x1 പ്ലസ് x2 എക്സെട്ര xn ഈക്വൽ ടു n ആവും. ദെൻ തീറ്റേനെ അവിടെ വെച്ചിട്ട് ബാക്കിയെല്ലാം ഈക്വലിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു n ബൈ x1 പ്ലസ് x2 എക്സെട്ര xn. ദെൻ ഇതാണ് നമ്മുടെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് തീറ്റ ക്യാപ്പ് വെച്ചിട്ടാണ്. അപ്പോൾ തീറ്റ ക്യാപ്പ് എന്നിട്ട് കൊടുക്കുക. തീറ്റ ക്യാപ്പ് n ബൈ x1 പ്ലസ് x2 എക്സെട്ര xn. ഇതാണ് എൻ്റെ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ. ഇതിനെ വേണമെങ്കിൽ നമുക്കൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാം. എക്സ് ബാർ മീൻ എന്നുള്ളത് എങ്ങനെ, x1 പ്ലസ് x2 എക്സെട്ര xn ഡിവൈഡഡ് ബൈ n അല്ലേ. സാമ്പിളിൻ്റെ മീൻ ഇങ്ങനെയല്ലേ. അതിൻ്റെ ഒരു റെസിപ്രോക്കൽ ഇത് നിൽക്കുന്നത് n ബൈ x1 അല്ലേ, തിരിച്ചല്ലേ.
തിരിഞ്ഞല്ലേ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ റെസിപ്രോക്കൽ ആയതുകൊണ്ട് മീനിൻ്റെ റെസിപ്രോക്കൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്താൽ 1/x ബാർ, കാരണം എക്സ് ബാർ എന്നുള്ളത് ഇതാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ ഇതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 1/x ബാർ. ഇത് ഈ രൂപത്തിലാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയും സിംപ്ലിഫൈ ചെയ്യാം, ഇങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് എന്ത് പറയാം, ദിസ് ഈസ് ദ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേറ്റർ ഓഫ് പാരാമീറ്റർ തീറ്റ. അപ്പോൾ തീറ്റ ക്യാപ് ഇസ് ഈക്വൽ ടു 1/x ബാർ. ഇതാണ് ആൻസർ.